അമ്മേ, ശ്രേയ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചപ്പോ തിരിച്ചു വിളിക്കാമെന്നാ പറഞ്ഞേ. എടാ, നീ വിഷമിക്കണ്ടടാ. ശ്രേയ പറഞ്ഞതാ. കല്യാണം നീട്ടിന്ന് അയാൾ ആക്കിക്കൊണ്ട് പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? രമേശ് അളിയൻ പറഞ്ഞ കാര്യമാണ് മനസ്സ് ഓർമ്മ വന്നത്. മേഡത്തിന് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന്. എനിക്ക് സംശയമുണ്ടമ്മേ, എന്റെ കല്യാണം നടക്കുമെന്ന്. എടാ, നീ എന്തൊക്കെയായി പറയുന്നേ? കല്യാണം തീരുമാനിച്ചത് മുതൽ ഇന്നേ വരെ ശ്രേയ പറയുന്നത് പോലല്ലേ നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അതില്ല. ആ, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നേ? എടാ, മനസ്സിലൊന്നും കാണാതെ അവളൊന്നും പറയില്ല, ഒന്നും ചെയ്യേയില്ല. അതൊക്കെ ആയിരിക്കും. മേഡത്തെ പോലല്ലോ എന്റെ മനസ്സ്. ഓരോ നിമിഷവും നെഞ്ചിരിപ്പ് കൂടി വരിക. നീ കാട് കയറി ചിന്തിക്കണ്ട. നമുക്ക് വാക്ക് തന്നിരിക്കുന്നത് ശ്രേയ. അമ്മേ, എന്താടാ? എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മേഡത്തിനെ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കേ. ശരി, വിളിക്കാം. എടുക്കുന്നില്ല. എന്തായമ്മേ? അവള് ഫോൺ എടുക്കുന്നില്ല. അമ്മ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. നോക്ക്. മോളെ വിളിച്ചപ്പോ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. മോളുടെ കോള് കാണാത്തോണ്ട് വിളിച്ചാണേ. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതാ വിളിക്കാതിരുന്നേ. ആ, അതെ. എന്താ ആന്റി? ഇവിടെ എനിക്കും അരവിന്ദനും പിന്നെ അയാൾക്കും വിളികൾ വന്നു തുടങ്ങി. കല്യാണം നീട്ടിവെച്ച കാര്യം ചോദിച്ചേ. ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ. അരവിന്ദ് ഞാനും വല്ലാത്ത ടെൻഷനില്ല. ഇവിടെയുള്ള ഒരു സന്തോഷത്തിലും. സന്തോഷിക്കട്ടെ ആന്റി. അതെത്ര മണിക്കൂർ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ദുരിതങ്ങളുടെ മുന്നോടിയായി ചെറിയ സന്തോഷം ഉണ്ടാവും. അതവരാഘോഷിക്കട്ടെ. ആഘോഷമാക്കുന്നുണ്ട് മോളെ. നാളെ കഴിഞ്ഞ് വിഷു അല്ലേ? ഇവിടെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവാം. അത് നല്ല കാര്യമല്ലേ? വിഷു ആഘോഷിക്കട്ടെ. പടക്കം പൊട്ടിച്ചും കൈനീട്ടം കൊടുത്തും അത് നല്ല കാര്യമല്ലേ? അതെ, നല്ല കാര്യമാണ്. പക്ഷേ എനിക്കും ഇവനും അത് കാണുമ്പോ ആന്റി, അവരുടെ ആഘോഷത്തിൽ കൂടെ നിന്ന് പങ്കെടുത്തില്ലെങ്കിലും വിഷു ആഘോഷിക്കണം. ആന്റിയും അരവിന്ദും. മോളെ, അത് ഞാൻ പറയുന്നത് കേൾക്ക ആന്റി. കണ്ണനെ കണി കണ്ട് പ്രാർത്ഥിക്കും. എല്ലാം ഓക്കെ ആവും. ശരി ശരി മോളെ. എന്ത് പറഞ്ഞമേ? വിഷു ആഘോഷിക്കാൻ പോലും. വിഷു ആഘോഷിക്കാനോ?
ആ അതെ, പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാൻ. ഇവിടെ എന്റെ മൂട്ടി തീ പിടിച്ചിരിക്കുക, അപ്പഴാ പടക്കം. ഛേ, ചാക്കി കേട്. ഇതും കൊണ്ട് അകത്തോട്ട് പോയി. ശരി വെച്ചേട്ടാ. എന്താ ഗോപി, എല്ലാം കിട്ടിയോ? കിട്ടി മാഷേ. വിഷുവിനെ ഇവിടെയും നമ്മുടെ പണിക്കാരുടെ വീട്ടിലും പച്ചക്കറി ഒന്നും പുറത്തൊന്നും വാങ്ങണ്ടല്ലോ മാഷേ. കോന്നൻ കൊച്ചേട്ടന്റെ വിഷമില്ലാത്ത സ്വന്തം ജൈവ കൃഷിയല്ലേ. ആ, ഗോവിന്ദന് ചെറുപ്പം മുതലേ കൃഷി എന്ന് പറഞ്ഞ ജീവനാ. അതെ മാഷേ, ഞാനിത് അടുക്കള വെച്ചാ പോരെ? മതി ഗോപി. ശരി.